സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന ബിജെപിയിൽ പടപ്പുറപ്പാട്. മുകേഷിനെ പിന്തുണച്ചതും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും അവമതിപ്പുണ്ടാക്കി. കേരളത്തിൽ നിന്നുള്ള ഏക പാർലമെന്റ് അംഗവും മന്ത്രിയുമായ ആൾ സ്വീകരിക്കുന്ന സമീപനം പാർട്ടി ലൈനല്ല എന്ന അഭിപ്രായം ബിജെപിയിൽ ശക്തമാണ്. തങ്ങളുടെ ഏക MP സംസ്ഥാന നേതൃത്വത്തിന് വിധേയനാകാതെ മുന്നോട്ടു പോകുന്നതിലുള്ള നീരസം നേതാക്കൾക്കിടയിലുണ്ട്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിനു വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടാക്കിയെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ നിലപാടിനെ മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തള്ളിപ്പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചില്ല. MT രമേശ് അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപിയെ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. അധ്യക്ഷനടക്കം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ മുകേഷിനെതിരെ നിലപാട് കടുപ്പിക്കുമ്പോൾ അതിനെതിരായി നിലപാടെടുത്ത സുരേഷ് ഗോപിയുടെ പ്രവൃത്തി തീരെ ശരിയായില്ല എന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന ഭാരവാഹികൾ. മുകേഷിനെതിരെ പാർട്ടി സമരം ചെയ്യുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രി സ്വീകരിച്ചത്. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനും നീക്കമുണ്ട്. സുരേഷ് ഗോപിയുടെ വാവിട്ട പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വത്തെയും അലോസരപ്പെടുത്തുന്നുണ്ടെന്നത് വ്യക്തമായ കാര്യമാണ്. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നതിലൂടെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിൽ കേന്ദ്രമന്ത്രിയെ നിയന്ത്രിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. ഒന്നുകിൽ സിനിമാ നടനാകുക, അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയനാകുന്ന കേന്ദ്രമന്ത്രിയാകുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകളും സുരേഷ് ഗോപിയെ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. പാർട്ടി നിലപാട് പറയേണ്ടത് സുരേഷ് ഗോപിയല്ലെന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നത്. എന്നാൽ പാർട്ടി നിലപാട് പറഞ്ഞ ശേഷം പിന്നീട് സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടവുമില്ല. ഒരു മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് സുരേഷ് ഗോപി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്നറിയാൻ കണ്ണൂർ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഇൻഡിഗോ, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ്, സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9383 462 422.